97ാമത് ഓസ്കർ നാമനിർദ്ദേശത്തിൽ തിളങ്ങി ഫ്രഞ്ച് ചിത്രമായ എമിലിയ പെരേസും ഹോളിവുഡ് ഫാന്റസി ചിത്രമായ വിക്കഡും. അതേസമയം ഓസ്കറിന്റെ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയിരുന്ന ആടുജീവിതം, കങ്കുവ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നീ ചിത്രങ്ങൾക്ക് നിരാശയായിരുന്നു ഫലം. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ പ്രിയങ്ക ചോപ്രയും ഗുനീത് മോംഗയും നിർമ്മിച്ച അനുജ ഇടം പിടിച്ചു. ഹോളിവുഡ് ചിത്രങ്ങളെപ്പോലും കടത്തിവെട്ടി 13 നോമിനേഷനുകളാണ് ജോക്ക് ഓഡിയാർഡ് സംവിധാനം ചെയ്ത ഈ ഫ്രഞ്ച് ചിത്രം വാരിക്കൂട്ടിയത്. ഈ ചിത്രത്തിലൂടെ മികച്ച നടിയായി മത്സരിക്കുന്ന കാർല സോഫിയ ഗാസ്കോൺ ഓസ്കർ നോമിനേഷൻ നേടുന്ന ആദ്യ ട്രാൻസ് അഭിനേതാവായി മാറി. 10 നോമിനേഷനുകളുമായി ഹോളിവുഡ് മ്യൂസിക്കൽ ഫാന്റസി ചിത്രം വിക്കഡാണ് തൊട്ടുപിറകിൽ. ഇന്ത്യൻ അമേരിക്കൻ ഹിന്ദി ഷോർട്ട് ഫിലിം അനുജയ്ക്ക് ഓസ്കർ നാമനിർദ്ദേശമുണ്ട്. ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്ര ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലാണ് നാമനിർദ്ദേശം. മാർച്ച് 2-നാണ് അവാർഡ് പ്രഖ്യാപനം. പ്രാഥമിക യോഗ്യത നേടിയ 323 ചിത്രങ്ങളുടെ പട്ടിക നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിൽ 207 ചിത്രങ്ങൾക്ക് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിനായി മത്സരിക്കാം. 207 ചിത്രങ്ങളുടെ കൂട്ടത്തിൽ 6 ഇന്ത്യൻ സിനിമകളും ഇടം നേടിയിരുന്നു. ബ്ലസ്സി, പൃഥ്വിരാജ് ടീമിന്റെ ആടുജീവിതം, ശിവയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായ കങ്കുവ, പായൽ കബാഡിയയുടെ സംവിധാനത്തിൽ കനി കുസൃതിയും ദിവ്യപ്രഭയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ഷുജി തലാത്തി സംവിധാനം ചെയ്ത ഗേൾസ് വിൽ ബി ഗേൾസ്, രൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത നായകനായ സ്വതന്ത്രവീർ സവർക്കർ, സന്തോഷ് എന്നിവയായിരുന്നു ചിത്രങ്ങൾ.